മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ അപ്കമിങ് 6 മൂവികളുടെ അപ്ഡേറ്റുമായി വന്നിരിക്കുന്നത് കൺഫേം ആയിരിക്കുന്ന പ്രൊജക്റ്റുകളും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളുമാണുള്ളത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുകയുമാണ്. നമുക്ക് ആദ്യത്തെ പടം എന്ന് പറയാനുള്ളത് ബസൂക്ക തന്നെയാണ്. ഈ മാസം 14-ാം തീയതി റിലീസ് എന്നുള്ളതാണ് സിനിമയുടെ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. പക്ഷേ ഉറപ്പൊന്നും തന്നെയില്ല. ഒരുപക്ഷെ ഈ മാസം കടക്കും എന്നുള്ള മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ഇതുവരെ യാതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ സിനിമയുടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വമ്പൻ സിനിമയായിട്ട് വരികയാണ്. 25 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ മമ്മൂക്കയുടെ മോസ്റ്റ് സ്റ്റൈലിഷ് അപ്പിയറൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇത് വലിയ രീതിയിൽ നമുക്ക് അറിയാവുന്നതാണ്. 5 വർഷത്തോളം എടുത്തു ഈ ഒരു സിനിമയുടെ ചിത്രീകരണമൊക്കെയായി കഴിഞ്ഞ് വരാനായിട്ട്. കലു ഡെന്നീസിൻ്റെ മകൻ ആണ് ഈ ഒരു സിനിമ. ഡീൻ ഡിനു ഡെന്നീസാണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഈ ഒരു സിനിമയാണ് മമ്മൂട്ടിയുടേതായി ഇനിയും പുറത്തിറങ്ങാനുള്ള ആദ്യ ചിത്രമായിട്ട് നിൽക്കുന്നത്. മറ്റൊന്ന് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി വില്ലൻ വേഷത്തിൽ വരുന്നു, നായകനായിട്ട് വരുന്നു എന്നുള്ള ചിത്രമാണ്. ചെറിയ ബഡ്ജറ്റിൽ ചെറിയ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രം തന്നെയാണ്. എന്തായാലും അത് വലിയ പ്രതീക്ഷയുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. ഈ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത്. മറ്റൊന്ന് മലയാളത്തിൻ്റെ മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രം മഹേഷ് നാരായണൻ ചിത്രമാണ്. മമ്മൂട്ടി നായകനും കോ സ്റ്റാറായി മോഹൻലാലും അതേപോലെ തന്നെ ഫഹദും ചാക്കോച്ചനുമൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു ചിത്രമാണ് മഹേഷ് നാരായണൻ്റെ MN മൂവി. ഇതിനകത്തിൽ തന്നെ ഏകദേശം ഒരു 35-40% ചിത്രീകരണം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച സിനിമ. മലയാളത്തിൽ നിന്ന് വരുന്ന 80 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഒരുപക്ഷെ 100 കോടി ബഡ്ജറ്റ് വരാവുന്ന ചിത്രമായിട്ട് തന്നെ പറയുന്നു. അതൊരു വലിയ രീതിയിലുള്ള താരനിരയോടുകൂടി തന്നെ വരുന്ന മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ്. ഇതാണ് മമ്മൂട്ടിയുടെ ഇതുവരെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ പട്ടികയിൽ. ഇനിയും അപ്കമിങ് സിനിമകളാണ് മമ്മൂട്ടിയുടേത്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി സിനിമകൾ ഇത് കഴിഞ്ഞ് ഏത് എന്നുള്ളൊരു ചോദ്യത്തിന് നീണ്ട നിര തന്നെയാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നെങ്കിൽ ഈ സമീപകാലത്ത് മൊത്തം കൺഫ്യൂഷനുണ്ട്. 1-2 ഏത് സിനിമയിലേക്ക് അദ്ദേഹം കടക്കുമെന്നുള്ളത്. എന്നാൽ നിതേഷ് സഹദേവൻ്റെയാണ് മമ്മൂട്ടിയുടെ അടുത്ത സിനിമ. അതായത് കഴിയുന്നതും ഈ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ചെറിയ ഒരു സിനിമയായിട്ട് വരുന്നു, പക്ഷേ വമ്പൻ രീതിയിലാണ് സിനിമ വരുന്നത്. ഒരു മാസ് എലിമെൻറ്റോട് കൂടി വരുന്ന ഒരു സിനിമയാണ്. അതായത് ഫാലിമി സംവിധായകനാണ് നിതീഷ് സഹദേവൻ. അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ആക്ഷൻ മൂവി എന്നുള്ള പേരിലാണ് വരുന്നത്. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അടുത്തത് ടിനു പാപ്പച്ചൻ മമ്മൂട്ടിയും മോഹൻലാലിനും ഒക്കെ വെച്ചിട്ട് സിനിമകൾ ചെയ്യുന്നു എന്നുള്ള വാക്കുകൾ കേൾക്കുന്നുവെങ്കിലും ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത് മമ്മൂട്ടിയും ഒന്നിച്ചിട്ടുള്ള സിനിമയാണ്. പേരും കാര്യങ്ങളുമൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്താണേലും നിതീഷിൻ്റെ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പായിട്ടുള്ള സബ്ജക്റ്റ് ഇത് തന്നെയാണ്. അതുകൂടാതെ ഇന്ന് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ഖാലിദ് റഹ്മാനുമായിട്ട് മമ്മൂട്ടി വരുന്നു. ഉണ്ട എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും ഒരുമിക്കുന്ന മറ്റൊരു ചിത്രമാണ്. എന്തായാലും വലിയ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളുടെ പട്ടികയിലുള്ളതാണ്. ഇതുകൂടാതെ ഒരുപാട് സിനിമകളുണ്ട്. ആശീർവാദിൻ്റെ സിനിമയിൽ 2 എണ്ണമോളം ഇനിയും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് എടുത്തു പറയാം, ഇതാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. നിതീഷിൻ്റെയാണ് അടുത്ത സിനിമ. അത് കഴിഞ്ഞാൽ ടിനു പാപ്പച്ചൻ. അതിൻ്റെ ഓർഡർ ചിലപ്പോൾ ഇനിയും മാറാം. ഖാലിദ് റഹ്മാൻ അതിനു മുമ്പ് പടം ചെയ്തു എന്ന് വിരിക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളുടെ ഓർഡറിലൊന്നും നിങ്ങൾക്ക് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ് മീഡിയാസ്.